ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തബാറക്കല്ലദീ ബിയദിഹിൽ മുൽകു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യകും അഹ്സനു അമലാ. അവിടെ നിന്ന് അങ്ങോട്ട് എത്തിയിട്ട് മിമ്മായിൻ മഹീൻ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളും സഹാബത്തും എവിടെന്നാണ് ഈ കേൾക്കുന്നതെന്ന് ശ്രദ്ധിച്ചിങ്ങനെ അവിടെ മുന്നോട്ട് നീങ്ങുമ്പോൾ ഇദാ ഖബറു ഇൻസാൻ, ഒരു മനുഷ്യന്റെ ഖബറിൽ നിന്നിട്ടാണ് ആ പാരായണം കേൾക്കുന്നത്. ഒരു ഖബറാണല്ലോ അവിടെ ചെന്നത്, അതിന്റെ ഉള്ളിൽ നിന്നാണല്ലോ ഇപ്പൊ കേൾക്കുന്നത്. മഹാനായ നബി തങ്ങളുടെ ഹദറത്തിലെത്തിയതായ സംഘത്തലവൻ ചെന്നിട്ട് പറഞ്ഞു, റസൂലുള്ളാഹ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി നബിയേ. ഖബറിടത്തിൽ നിന്നും ഒരു തബാറക്കല്ലദീ സൂറത്ത് കേട്ടു. ഹിയ മുൻജിയ തുൻജിഹി മിൻ അദാബിൽ ഖബർ നബിയനാ റസൂലുള്ളാഹി. തബാറക്കല്ലദീ സൂറത്ത് ഖബറിലെ ശിക്ഷയിൽ നിന്നും നിങ്ങളെ തടയുന്ന പരിചയാണ് സഹാബത്തെ. ഇത് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ പ്രഖ്യാപിച്ചു, മൻ ഖറാ തബാറക്കല്ലദീ കുല്ല ലൈലത്തിൻ മനഅഹു അല്ലാഹു അസ്സ വജല്ല മിൻ അദാബിൽ ഖബരി നബിയനാ റസൂലുള്ളാഹി. എല്ലാ രാത്രിയിലും തബാറക്കല്ലദീ പതിവാക്കുന്നയാളെ പടച്ചതമ്പുരാൻ ഖബറിലെ സർവ്വ അദാബിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതാണ്, തടയുന്നതാണെന്ന് അഷ്റഫുൽ ഖൽഖി നബിയുനാ റസൂലുള്ളാഹി. ഇനി ഒരു വെള്ളിയാഴ്ച രാവ് നിങ്ങളിവിടെ കൂടിക്കൊള്ളണമെന്നില്ല, ബാവാ മൗലവി ജനങ്ങളോട് ഇതോടെ പറഞ്ഞോളണമെന്നില്ല. അവസാനത്തെ ദിവസം എന്ന നിലയ്ക്ക് കണക്കാക്കിക്കൊണ്ട് ഇരിക്കുന്ന മുഴുവൻ അടിയാറുകളോട് ഞാൻ പറയാൻ, അള്ളാഹുവിന്റെ റസൂൽ നിർദ്ദേശിച്ച ഒറ്റമൂലി ഇന്ന് മുതൽ ജീവിതത്തിൽ പകർത്താൻ, അത് നടപ്പിലാക്കാൻ നിങ്ങൾ എല്ലാവരും നെയ്യത്താക്കും ബഹുമാനികളെ. എങ്ങനെ? ഞാൻ പറയുന്നത് പോലെ പടച്ച റബ്ബേ തബാറക്കല്ലദീ സൂറത്ത് ലഭിച്ചത് മുതൽ ഒറ്റ രാത്രിയിലും പൊന്നാര നബി തങ്ങളത് മുടക്കിയിട്ടില്ലല്ലോ. അല്ലാഹുവേ, സൂര്യൻ ഉദിച്ചസ്തമിക്കുന്ന എത്ര ദിവസം എന്നെ നീ ഇവിടെ ഉറങ്ങാൻ അനുവദിക്കുന്നുണ്ടോ? അല്ലാഹുവേ, സൂര്യൻ ഉദിച്ചസ്തമിക്കുന്ന എത്ര രാത്രി എന്നെ നീ ഇവിടെ ഉറങ്ങാൻ അനുവദിക്കുന്നുണ്ടോ റബ്ബേ? ആ രാത്രി മുഴുവനും തബാറക്കല്ലദീ ഓതാൻ ഞാൻ ഈ മജ്ലിസിൽ നെയ്യത്താക്കുന്നു അല്ലാഹ്. അങ്ങനെ നെയ്യത്താ ഉറങ്ങാൻ എന്നെ നീ എത്ര രാത്രി അനുവദിക്കുന്നു? എന്റെ ബഹുമാനികളെ, 10,000 ഐസിയുവിൽ കിടക്കുകയാണ്, 10,000 തിയേറ്റർ കാത്ത് കിടക്കുകയാണ്, 10,000 ഓപ്പറേഷൻ തിയേറ്ററിന് പുറത്തു വന്ന് കിടക്കുകയാണ്, 10,000 ബഹുമാനികളെ കയ്യും കാലും ചങ്ങലക്കിട്ട് പൂട്ടിക്കൊണ്ട് ഒരുപാട് ഗുളിക ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ബന്ധുക്കൾ വാരി വായിലേക്ക് ഇട്ടുണ്ട് വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് പുറത്തുനിന്ന് ബന്ധുക്കൾ തേങ്ങുകയാണല്ലോ. കാലും കയ്യും കൂച്ചിക്കെട്ടിയിരിക്കുന്ന എന്റെ ഉപ്പ ഇത്രയും ഗുളിക സൈക്കറാറ്റിസ്റ്റിക്ക് കൊടുത്തിട്ടും അല്ലാഹുവേ ഉറങ്ങുന്നില്ലല്ലോ അല്ലാ. പടച്ചവനെ, എന്റെ ഉമ്മ ഉറങ്ങുന്നില്ലല്ലോ അല്ലാ, എന്റെ ഭാര്യ ഉറങ്ങുന്നില്ലല്ലോ, ഭർത്താവ് ഉറങ്ങുന്നില്ലല്ലോ. 10,000 ഭ്രാന്താശുപത്രിയിൽ കിടക്കുന്നു ഉറങ്ങാതെ. പടച്ചവനെ, എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല അല്ലോ എന്നുള്ളതായ അലമുറിയോടെ താങ്ങാൻ കഴിയാത്ത വേദന കൊണ്ട് പച്ചയായ ശരീരം കീറിമുറിച്ചതിന്റെ പേരിൽ അല്ലാഹുവേ, ഞാനൊന്ന് ഉറങ്ങിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലോ. അങ്ങനെ ആഗ്രഹിക്കുന്ന 10,000 ആശുപത്രി കിടക്കുമ്പോൾ വീട്ടിൽ ചെന്ന് വിരിപ്പ് വിരിച്ച് അതിലേക്ക് തലയങ്ങ് ചായ്ക്കേണ്ട താമസം, സുഖമായ നിദ്രയിലേക്ക് നിന്നെ ആരാണോ എത്തിച്ചത്? ഏ സഹോദരി, സഹോദര, ആ എത്തിച്ച റബ്ബിനെ മുൻനിർത്തി നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, ഇന്നു മുതൽ നിങ്ങൾ ഇത് ചെയ്യാൻ നടത്ത തീരുമാനമെടുക്ക്. ഇങ്ങനെ നെയ്യത്താക്ക്, അല്ലാ നീ എന്നെ ഈ ഭൂമുഖത്ത് എത്ര രാത്രി ഉറങ്ങാൻ അനുവദിക്കുന്നുണ്ടോ ആ രാത്രി മുഴുവൻ പൊന്നാര നബി തങ്ങൾ പതിവാക്കിയ സൂറത്തുൽ മുൽക്ക് എന്ന് പറയുന്ന തബാറക്കല്ലദീ ഞാൻ പതിവാക്കാൻ നെയ്യത്താക്കി റബ്ബേ. ഒരു ബുദ്ധിമുട്ടില്ല. എന്റെ മുസ്ലിം കടയൊക്കെ പൂട്ടി വരുമ്പോഴത്തേക്കും 11 മണിയാവും. എന്നിട്ട് പിന്നെ ഒതു കൊടുത്ത് മുസാഫൊക്കെ എടുത്ത് ഓതിയിട്ട് കിടക്കാന്ന് പറഞ്ഞാൽ അതൊന്നും പ്രായോഗികമല്ല. ചെയ്യേണ്ടവർക്ക് ഇതൊന്നും പ്രശ്നമല്ല. ഈ ഖൗഫുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാം എളുപ്പമാണ്. പടച്ചതമ്പുരാനെ അദാബിനെ ഭയപ്പെടുന്നവർക്ക് എല്ലാം എളുപ്പമാണ്. ഖുർആൻ ബഹുമാനികളെ ഒന്നുമില്ലാതെ എടുക്കാവുന്ന എത്രയോ അവസരങ്ങളുണ്ട്. ഒരു പരിഭാഷ നിന്റെ വീട്ടിലുണ്ട്, തലയ്ക്കുമ്പാത്ത് കൊണ്ടുപോയി അതെടുക്കുന്നതിന് എന്തിനാ ഒതു? ഖുർആന്റെ അക്ഷരത്തെ തൊടാതിരുന്നത്.
അല്ലെങ്കിൽ കുറെ ദിക്റുകൾ ഉള്ളതായ ഒരു പുസ്തകമാണ്. അതിനകത്ത് കുറെ ദിക്റുകളുണ്ട്, അതിനകത്ത് തബാറക്കല്ലതിയുണ്ട്. എന്തിനാ അത് എടുക്കാൻ ഓതു? ജുമാ ബുക്കിസ്റ്റാളിന്റെ സൂറത്തുൽ മുൽക്ക് മാത്രമായിട്ട് കിട്ടുമോ എന്ന് ചോദിക്കണം. ചോദിച്ചിട്ട് നിങ്ങളുടെ വീടിന്റെ ഒരു ഭിത്തിയിൽ ഒട്ടിച്ചു വെക്ക്. എന്തെല്ലാം വീട്ടിൽ ഒട്ടിച്ചിട്ടുണ്ട് ഒട്ടിച്ചു വെക്ക്. ഇശാ നമസ്കാരം കഴിഞ്ഞ ഭക്ഷണം കഴിഞ്ഞിട്ട് പോണവര് ചുമ്മാ നിന്നിട്ട് 3 മിനിറ്റ് കൊണ്ട് അങ്ങോട്ട് ഓതട്ടെ. ഒരാഴ്ച ഓതുമ്പോൾ നിങ്ങളത് മനഃപ്പാടമായി. ജീവിതത്തിൽ പകർത്തണമെങ്കിൽ ഒരു വിഷമമില്ല. എല്ലാവരും നെയ്യത്താക്കി. ഇനി എത്ര വെള്ളിയാഴ്ച രാവ് നമുക്ക് കിട്ടുമെന്നറിയില്ല, എത്ര രാത്രി നമുക്കൂടെ ഉണ്ടാവുമെന്നറിയില്ല. പഠിച്ചവനെ ഞാൻ ഈ അമല് നടപ്പിലാക്കാൻ ഈ മജ്ലിസിൽ നെയ്യത്താക്കിയ മുഴുവൻ അടിയാറുകൾക്കും ഭയാനകമായ ഖബറിലെ അദാബിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കിടക്കുമ്പോ ഇങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. പഠിച്ചവനെ, ഇന്ന് ഞാൻ കിടക്കുന്നത് എന്റെ നിർഭയമായ ഭവനത്തിലെ സ്വതന്ത്രമായ എന്റെ മുറിയിലാണ് റബ്ബേ. എസിയിലാണ് ഞാൻ, പട്ടുമെത്തയിലാണല്ലോ. നാളെ എനിക്ക് കിടക്കാനുള്ളത് 6 അടി മണ്ണിന്റെ അടിത്തട്ടിലാണല്ലോ റബ്ബേ. ഇന്ന് കിടക്കുന്നത് ഇവിടെയാണെങ്കിൽ നാളെ ഞാൻ കിടക്കുന്നത് ഖബറിലാണ്. ആ ഖബറിലേക്കുള്ള സുരക്ഷാ വലയം ഞാൻ എടുത്തിട്ടില്ലല്ലോ പഠിച്ചവനെ. അത് തോന്നുവാണെങ്കിൽ എഴുന്നേറ്റിട്ട് ഓദിക്കാതെ പറക്കല്ലേ. എല്ലാ ദിവസവും കിടക്കാൻ പറ്റൂല മോനെ. അസ്ബഹ മാലുക്കൽ മജ്മൂഉന ഹബാ വറുത്തീല ബഅദകൽ ഖസ്റുൽ മസീദു സാറബനുക അയതാമൻ സിഗാറാ വഅന കൽസകൽ ബഅലുൽ ജദീദു. ഇന്ന് നിന്റെ മാറിൽ നിന്നും മലപ്പാലൊറിച്ച് കുടിക്കുന്ന കുഞ്ഞോമനെ ഉണ്ടല്ലോ, നാളെ ഒരു പെണ്ണിന്റെ കയ്യിലിരിക്കുന്ന കുപ്പിയിൽ നിന്ന് നിപ്പിളാ കുഞ്ഞ് ചപ്പാൻ പോകുകയാണ്. നിന്നെ ഖബറിലേക്ക് മാറ്റാൻ പോകുന്നു മോളെ. ഇന്ന് ഇണയോടൊപ്പം കിടക്കുന്ന സഹോദര, നാളെ നിന്നെ ആ ഖബറിലേക്ക് മാറ്റാൻ പോവുകയാണ്. അടുത്ത ദിവസം നിന്റെ ഇണയുടെ കൂട്ടത്തിൽ മറ്റൊരു ഇണ വന്ന് കിടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഖബറിലേക്കുള്ളത് ഒരുക്കിക്കോ. ഇതൊക്കെ പരമാർത്ഥങ്ങൾ പറയാണ്. പോട്ടെ പോട്ടെ പോട്ടെ. അപ്പൊ ഇങ്ങനെയുള്ള വെള്ളിയാഴ്ച രാവാണ് ഇന്നത്തെ രാവ്. ഇന്നത്തെ രാവിനെ സംബന്ധിച്ച് പരാമർശിച്ചപ്പോ നിങ്ങൾക്കും എനിക്കും ഗുണമുള്ള ഒരു കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. മരിക്കൂലാത്തവരൊന്നും നടപ്പിലാക്കേണ്ട, മരിക്കുമെന്ന് ഭയപ്പെടുന്നവരൊക്കെ ഇന്നു മുതൽ ജീവിതത്തിലേക്ക് പകർത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മുടങ്ങാതെ എല്ലാ ദിവസവും തബാറക്കല്ലദി ഓതാനും അങ്ങനെ ഖബറിലെ അദാബിൽ നിന്ന് രക്ഷ കിട്ടുന്ന ഭാഗ്യവാന്മാരുടെയും ഭാഗ്യവതികളുടെയും കൂട്ടത്തിൽ പെടാനും ഈ മജ്ലിസിൽ ഒത്തുകൂടിയ നമുക്കെല്ലാം അല്ലാഹു തആല മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ ഇന്നലെ എന്താ പറഞ്ഞു കൊണ്ടുവന്ന് വെച്ചത്? കറവയില്ലാത്ത സാധനത്തിന്റെ പേര് മെച്ചിപ്പശു എന്നാണ്. അതിന് അറക്കലാണ്. ഗുണമില്ലാത്ത വർഗാണെന്ന് മനസ്സിലായല്ലോ. ബഹുമാനികളെ, ഈമാനില്ലാത്തതിന്റെ പേരാണ് മച്ചി. ഈമാനാണ് ബാഹ്യമായി കാണാത്തത്, ബാക്കിയൊക്കെ കാണാനുണ്ട്. തൊപ്പി കാണാം, തലപ്പാവ് കാണാം, നിസ്കാരത്തമ്പ് കാണാം, മക്കന കാണാം, സക്കാത്ത് കാണാം, നോമ്പ് കാണാം, ഹജ്ജ് കാണാം. കാണാൻ പറ്റാത്തത് പരിശുദ്ധമായ ഈമാനാണ്. അത് പുറത്ത് കാണാൻ പറ്റൂല. ഈ ഈമാൻ ബലഹീനമാവുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ ഉമ്മത്ത് എത്തിച്ചേരുമെന്ന് പറഞ്ഞെങ്കിൽ ബലഹീനമായതിന്റെ ചില അടയാളങ്ങൾ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചല്ലോ. നബിത്തങ്ങൾ വല്ലാതെ സങ്കടപ്പെട്ട് പറയുന്നു, ഈ സമുദായത്തിന് ഈ ഭൂമുഖത്ത് നിന്ന് നിർമാർജനം ചെയ്യാൻ, ഉന്മൂലനം ചെയ്യാൻ എല്ലാ ശത്രുതയും മറന്ന് ശത്രുക്കളെല്ലാം ഒരു സുപ്രയുടെ ചുറ്റും ഒത്തുകൂടുന്നത് പോലെ ഇതുങ്ങളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഒത്തുകൂടുന്ന ഒരു കാലഘട്ടം വരും എന്ന് നബിയുനാ റസൂലുള്ളാഹി. എല്ലാം ഒത്തുകൂടുക. നിങ്ങള് ഇന്ത്യ രാജ്യത്ത് ഏത് രാജ്യത്തിന്റെ നേതാവ് വന്നാലും ഭരണാധികാരി വന്നാലും ഇന്ത്യ രാജ്യത്തിന്റെ ഭരണ വകുപ്പിൽപ്പെട്ടവരെ കരാറ് വെക്കുന്നത് എന്താ? തീവ്രവാദം അമർച്ച ചെയ്യുന്നതിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങാം. എവിടെ അങ്ങനെ തന്നെയാണ്. ആരാണോ തീവ്രവാദി? കുരിശുമാലയിട്ട ക്രിസ്ത്യാനി തീവ്രവാദിയല്ല. രുദ്രാക്ഷമാലയും ചന്ദനക്കുരിയും തൂത്ത ഹിന്ദു തീവ്രവാദിയല്ല. കുടുമി വച്ചതായ യഹൂദൻ തീവ്രവാദിയല്ല. കാവി വസ്ത്രമെടുത്തതായ ബുദ്ധൻ തീവ്രവാദിയല്ല. നിസ്കാരത്തൈമും താടിയും തലപ്പാവുമുള്ള മുസ്ലിമേ, നിസ്കാരത്തൈമും പർദായും മക്കനായുമുള്ള മുസ്ലിമത്ത്, നിങ്ങൾ ലോകത്തിന്റെ മുന്നിൽ തീവ്രവാദികളാണ്, തീവ്രവാദികളാണ് അല്ലേ? അപ്പൊ തീവ്രവാദത്തെ അമർച്ച ചെയ്യാന്ന് പറഞ്ഞാൽ മുസ്ലിമിനെ നശിപ്പിക്കുക. ഇന്നത്തെ വാർത്ത എന്താണ്?
ഇന്നത്തെ വാർത്ത എന്താ? പരിശുദ്ധമാകുന്ന ബൈത്തുൽ മുഖദ്ദസ് നിലനിൽക്കുന്ന ഫലസ്തീനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് ഇസ്രായേലിന്റെ തലസ്ഥാനം മാറ്റാൻ അമേരിക്ക തീരുമാനമെടുത്തു. ടെല്ലവീവ് അല്ല ഇനി ഇസ്രായേലിന്റെ തലസ്ഥാനം, അത് ബൈത്തുൽ മുഖദ്ദസിൽ ഇരിക്കുന്ന ഭാഗമാണ്. എന്തിനാ മാനുകളെ? ട്രംപും ലോകത്തുനിന്ന് ട്രംപും നെതന്യാഹുവും നരേന്ദ്രമോദിയും ഷൂജിയും 4 വ്യക്തിത്വങ്ങളാണ് ലോകത്ത് ഐക്യകണ്ഠേന ഒത്തുകൂടിയിരിക്കുന്നതിന് തീവ്രവാദം അമർച്ച ചെയ്യാൻ. അതവരെല്ലാ നിലയ്ക്കും അവരുടെ അജണ്ട നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ നിലയ്ക്കും അവസാനിക്കില്ല. അക്കാര്യത്തിൽ നിങ്ങളാരും ഭയപ്പെടുകയൊന്നും വേണ്ട. ഇതിവർക്കെല്ലാം അങ്ങോട്ട് വായിലേക്കിട്ട് തീർക്കാൻ പറ്റിയ സാധനമൊന്നുമല്ല, അതൊന്നും ഉണ്ടാവില്ല. ഇവിടെ മഹദീമാമ് വരുമെന്ന് നബിത്തങ്ങളുടെ പ്രഖ്യാപനമാണെങ്കിൽ ഇവിടെ വന്നിരിക്കും. പാറക്കല്ല് വിളിച്ചു പറയുന്നു, യാ മുസ്ലിം തആൽ വഫീ വറാഇ യഹൂദിയിൽ ഫഖ്തുൽ. നബിത്തങ്ങൾ പറയാണ്, പാറക്കല്ലിന്റെ ഉള്ളിൽ നിന്ന് ഈ ശബ്ദം കേട്ടിട്ട് മുസ്ലിം ഓടി ആ പാറക്കല്ലിന്റെ പുറകിലേക്ക് ചെല്ലുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതിന്റെ പുറകിൽ ഈ ഉമ്മത്തിനോട് ഏറ്റവും വൈരാഗ്യമുള്ളവൻ ഇരിക്കുന്നുണ്ട്. ആരാണ് ഏറ്റവും വൈരാഗ്യമുള്ളവൻ? കാന അശദ്ദുന്നാസി അദാവത്തൻ ലില്ലദീന ആമനുൽ യഹൂദ്. സമുദായത്തിനോട് ഏറ്റവും വൈരാഗ്യമുള്ളവൻ ജൂതനാണ്. ഒന്നുമില്ല മാരികളെ, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഈ സംസ്കാരം ലോകത്ത് നിലനിന്നാൽ വികലമായ ജീർണിച്ച സംസ്കാരങ്ങൾക്ക് നിലനിൽപ്പില്ല. ഏറ്റവും കൂടുതൽ ഇസ്ലാമിന്റെ സംസ്കാരത്തിനോട് സാദൃശ്യപ്പെട്ടു നിൽക്കുന്ന സംസ്കാരമാണ് യഹൂദ സംസ്കാരം. അപ്പൊ ഇസ്ലാം ഇവിടെ ഉണ്ടായാൽ യഹൂദന് നിലനിൽപ്പില്ല. അവനെ കശാപ്പ് ചെയ്യാൻ പാറക്കല്ല് വിളിച്ചു പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ ബഹുമാനികളെ, കൊലപാതകങ്ങൾ തീർന്നു എന്നൊക്കെയാ നമ്മൾ ധരിച്ചത്. സൂചിയുടെ അക്രമത്തോടുകൂടി അവസാനിച്ചു എന്നാ ധരിച്ചത്. ഫലസ്തീനിലെ മുസ്ലിങ്ങൾക്ക് സ്വസ്ഥതയായി എന്നാ നമ്മൾ ധരിച്ചത്. അല്ല, മാലയിലെ വള്ളി പൊട്ടിയാൽ എങ്ങനെയാണോ മുത്തുകൾ ക്രമമായി താഴേക്ക് വീഴുന്നത്, അപ്രകാരം ഈ സമുദായത്തിലേക്ക് മേലേക്ക് മേലേക്ക് മേലെ ഇങ്ങനെ അദാബുകൾ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ആ കാലഘട്ടമാണ് ഈ കാലഘട്ടം. എല്ലാം ഒത്തുകൂടിയാണ്. എല്ലാ ശത്രുതയും മറന്ന് ജൂതനും നസാറയും ജന്മശത്രുക്കളാണ്. ജൂതൻ പറയുന്നു ഞങ്ങളുടെ ദൈവത്തിനെ കൊന്നത് നസാറയാണ്. നസാറ പറയുന്നു ഞങ്ങളുടെ ദൈവത്തിനെ കൊന്നത് ജൂതനാണ്. പക്ഷേ മുസ്ലിമിനെ കശാപ്പ് ചെയ്യുന്ന വിഷയത്തിൽ ജൂതനും നസാറയും ഒന്നാണ്. മജൂസി പറയുന്നു 33 കോടി ദൈവങ്ങളാണ്. മുസ്ലിം പറയുന്നു ഒരു ദൈവമാണ്. ഇത്രമാത്രം അന്തരമുള്ള വിശ്വാസത്തിന്റെ പേരിൽ മുസ്ലിമിനെ കശാപ്പ് ചെയ്യാതെ നിവൃത്തിയില്ല എന്ന് പറയുന്നവൻ മറ്റേ വിശ്വാസത്തിനോട് യോജിപ്പുള്ളവനല്ല. ക്രിസ്തു വിശ്വാസത്തിനോട് യോജിപ്പില്ല, ജൂത വിശ്വാസത്തിനോട് യോജിപ്പില്ല. മുസ്ലിമിനെ കൊല ചെയ്യുന്നതിൽ ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി ട്രംപ് എന്താ ചെയ്യേണ്ടത് എന്ന് പറയുന്നതനുസരിച്ച് നടപ്പിലാക്കുന്ന ഒരു അവസ്ഥയിലേക്കാണോ പോകുന്നത് എന്ന് നമ്മൾ ബലമായി സംശയിക്കേണ്ടിയിരിക്കുകയാണ്. ഇസ്രായേലിൽ നിന്ന് നെതന്യാഹു എന്താണോ പറയുന്നത് അതനുസരിച്ച് ചെയ്യണമെന്നുള്ള ഒരു നിലവാരത്തിലേക്ക് നീങ്ങുന്നുണ്ടോ എന്ന് ബലമായി സംശയിക്കേണ്ടിയിരിക്കുകയാണ്. കാരണം എല്ലാ ശത്രുതയും ഇവിടെ പ്രകടമാകുന്നത് മുസ്ലിം ഉമ്മത്തിനോടാണ്. കാണുന്നില്ല. മാറ്റം വരണം, മുകളിലേക്ക് പറയണം. പടച്ചോനോട് പറയണം. ഞാൻ അപ്പുറത്തെ സ്റ്റേജിൽ പറഞ്ഞതുപോലെ മോഡിനെ കുറ്റം പറഞ്ഞ അവന്റെ പുറകാണ് നട്ടൊന്നൊരു കാര്യമില്ല. യജമാനനോട് കാര്യം പറയണം. പടച്ചതമ്പരാനോട് പറയണം. ബഹുമാനികളെ, കശാപ്പുശാല തുറന്നിരിക്കുകയാണ്. ട്രംപ് ഒരു കശാപ്പുകാരനാണ്, നെതന്യാഹു കശാപ്പുകാരനാണ്, സൂചി കശാപ്പുകാരനാണ്. ആ ലിസ്റ്റിലേക്കാണോ നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയും പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുകയാണ്. കാരണം മുസ്ലിം ഉമ്മത്തിനെയാണ് അവർ ഉന്നം വയ്ക്കുന്നത്. അല്ലേ ബഹുമാനികളെ, ഇതിന് നമ്മൾ ട്രംപിന് പൊരുത്തപ്പെടിപ്പിക്കുന്ന ചെയ്യലല്ല വേണ്ടത്. നെതന്യാഹുവിന് സമ്മാനം കൊടുക്കലല്ല വേണ്ടത്. സൂചിക്ക് മാല ഇട്ട് കൊടുക്കലല്ല വേണ്ടത്. പിന്നെ ഇന്ത്യയുടെ ഭരണാധികാരിയുടെ പിറകെ അവനെ പൊരുത്തപ്പെടിപ്പിക്കലല്ല വേണ്ടത്. തമ്പുരാനോട് നമ്മൾ സങ്കടം പറയണം, പടച്ചോനോട് പറയണം. ഒരു ഇടവഴിയിലൂടെ നടന്നു വരികയാണ് ആര്? ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു, വലിയ മഹാനാണ്. ഒരു പട്ടി ഇടയ്ക്ക് നമ്മൾ ചാടി. പട്ടി ഇദ്ദേഹത്തിനെ കയറി കടിക്കുകയാണ്. ബിസ്താമി തങ്ങൾ കടിച്ചതായ പട്ടിയുടെ ചുണ്ടയിൽ കയറി കൂടി പിടിച്ചു. പട്ടിക്ക് ശൗര്യം കൂടി, മാന്തലായി. അപ്പൊ വായിൽ നിന്ന് വിട്ടിട്ട് കയ്യെ കയറി പിടിച്ചു. അപ്പൊ കടി കൂടി. ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി തങ്ങൾ തളർന്നു. പരിപൂർണമായി രക്തമായി ശരീരമാകെ.
അപ്പോഴാ മറ്റൊരാൾ നടന്നു വരികയാണ്. ചോദിക്കുന്നു, എന്താ സഹോദരായി കാണുന്നത്? സുഹൃത്തെ, ഞാനിതിനെ പോകുന്ന ഒരു വഴിപോക്കനാണ്. എന്നെ ഈ പട്ടി ആക്രമിക്കുകയാണ്. പട്ടിയെ ഞാൻ കീഴ്പ്പെടുത്താൻ നോക്കിയിട്ട് നടക്കുന്നില്ല. ഉടനെ ആ വഴിപോക്കൻ പറഞ്ഞു, സഹോദരാ, നിങ്ങളെ കാണിക്കുന്നത് വിഡ്ഢിത്തരമാണല്ലോ. അതാ കാണുന്നത് പട്ടിയുടെ വീടാണ്. ആ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്നത് പട്ടിയുടെ യജമാനനാണ്. ആ യജമാനനെ വിളിച്ച് പട്ടിയെ പിടിക്കാൻ പറ. ഇസ്ലാമി തങ്ങൾ തലപൊക്കി നോക്കിയപ്പോ വീടിന്റെ മുറ്റത്തൊരാള്, സഹോദരാ ഒന്ന് ഓടി വരണേ, ഈ പട്ടിയെ ഒന്ന് പിടിക്കണേ, എന്നെ ഇത് കടിച്ച് നാശമാക്കിയിട്ടിരിക്കുകയാണ്. യജമാനൻ ഓടി വന്നപ്പോൾ തന്റെ വളർത്തുനായ ഒരു വഴിപോക്കനെ കടിച്ച് തമ്പോറാക്കിയിട്ടിരിക്കുകയാണ്. വിളിച്ചു, ടൈഗർ കേറാ കൂട്ടിലെ. വാലാട്ടിക്കൊണ്ട് ആ പട്ടി കൂട്ടിലേക്ക് പോകുമ്പോൾ ബിസ്താമി തങ്ങളെ രക്തം തുടച്ചുകൊണ്ടിട്ട് ചിന്തിച്ചു, അല്ലാഹുവേ, ഇത് ഞാൻ ആദ്യം ചെയ്യേണ്ടതായിരുന്നല്ലോ. ഇതാണല്ലോ മനുഷ്യരുടെയും അവസ്ഥ. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് കടുത്ത പരീക്ഷണങ്ങൾ വരുമ്പോൾ പരീക്ഷണത്തിനെ മറികടക്കാനും അതിജീവിക്കാനും എന്താണ് മാർഗം? ഇതാണ് മനുഷ്യൻ ചിന്തിക്കുന്നത്. പരീക്ഷണത്തിന്റെ ഉടമയാകുന്ന പടച്ചവനോട് സങ്കടം പറയാൻ സമൂഹം തയ്യാറാകുന്നില്ല. ട്രംപിനെ പൊരുത്തപ്പെടിപ്പിക്കാതെ, നെതന്യാഹുവെ പൊരുത്തപ്പെടിപ്പിക്കാതെ, സൂചിനെ പൊരുത്തപ്പെടിപ്പിക്കാതെ, എടോ പടച്ചവന്റെ ഭാഗത്തേക്ക് കൈവെക്കടോ. 3 മാസമായോ സൽമാൻ രാജാവ് ട്രിംബ് എന്ന് പറയുന്ന വൃത്തികെട്ടവനെ പരിശുദ്ധമാകുന്ന സൗദിയിൽ ഹറമിൽ കൊണ്ടുവന്ന് സ്വീകരിച്ചിട്ട് 3 മാസമായോ? ഇന്ന് നേരം വെളുത്തപ്പോ സൽമാൻ രാജാവ് പറഞ്ഞു, ട്രിംബ് ചെയ്തത് വല്ലാത്ത ധിക്കാരമാണ്. ട്രിമ്മിനെ കൊണ്ടുവന്ന് ചായയൊക്കെ കൊടുത്ത് ഏറ്റവും വലിയ പുരസ്കാരമൊക്കെ കൊടുത്ത് ആദരിച്ച് എന്തിനാന്നറിയോ? സൗദീനെയൊക്കെ രക്ഷിക്കും, ഒരു കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല എന്ന് നിലയ്ക്കാം. ബൈത്തുൽ മുഖദ്ദിസ് എന്റെ എന്ന് പറഞ്ഞാണ് ട്രിംബ് രംഗത്ത് വന്നേക്കുന്നത്. ഇതല്ലാടോ സൽമാനെ ചെയ്യേണ്ടത്? ഇതല്ലാടോ മുസ്ലിം രാജ്യങ്ങളെ ചെയ്യേണ്ടത്? നിങ്ങൾ ഒരുമിച്ച് മക്കത്തേക്ക് വാടോ, കഅബൻ തവാഫ് ചെയ്യടോ, മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിസ്കരിക്കടോ, ഒരുമിച്ച് കൈവെക്കടോ. പടച്ചവനോട് പറ, തമ്പുരാനെ, ഈ ഉമ്മത്തിനെ കശാപ്പ് ചെയ്യാൻ വേണ്ടി തുറന്നിരിക്കുന്ന കശാപ്പ് ശാലകൾ നീ അടപ്പിക്കണേ അല്ലാ. പേപ്പട്ടിയാവുന്ന ട്രിംപിനെ പിടിച്ചു കെട്ട് റബ്ബേ, നരിയാകുന്ന നെതന്യാഹുവിനെ പിടിച്ചു കെട്ട് റബ്ബേ, അല്ലാഹുവേ കുറുനരിയാകുന്ന സൂചിനെ നീ പിടിച്ചു കെട്ട് റബ്ബേ, ഈ ഉമ്മത്തിനെ നീ രക്ഷിക്ക് റബ്ബേ. അള്ളാഹുവിനോട് പറയുമ്പോൾ അള്ളാഹു തആല നിങ്ങളെ രക്ഷിക്കണമെങ്കിൽ ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം, അതിന് വ്യവസ്ഥയുണ്ട്. വീട്ടുകാരൻ പട്ടി കടിക്കുന്നത് വഴിപോക്കം വിളിച്ചപ്പോ വീട്ടുകാരൻ ഓടി വരികയാണ്. ഓടി വന്നപ്പോ ടൈഗർ അപ്പൊ ഇയാൾ ഈ കൈ അനക്കണില്ല. ഇവിടെ ഇങ്ങനെ ഇയാൾ എന്തോ താങ്ങി പിടിച്ചോക്കോൾ, ഈ കൈ അനക്കണ്ട്, ഈ കൈ അനക്കല്ല. നിങ്ങൾ എവിടെ നിന്ന് വന്നതാ സഹോദര? എന്റെ പട്ടി നിങ്ങളെ കടിച്ച വല്ലാതെ ആക്കിയല്ലോ, ഞാൻ ഇന്ന സ്ഥലത്തുനിന്ന് വരികയാണ്. ഇതെന്താ നിങ്ങൾ ഈ കക്ഷത്തിൽ വെച്ചിരിക്കുന്നത്? അത് പറയാടോ, അതൊരു തേങ്ങയാ. ആ തേങ്ങ എവിടെന്നാ? ഈ തെങ്ങിന്റെ ചോട്ടിയത് ഞാൻ എടുത്തതാ. ടൈഗർ, നമ്മുടെ തേങ്ങ അവന്റെ കക്ഷത്തിരിക്കണത്, ഇവന്റെ കഴുത്തേ കയറി ചെവി കടിച്ചെടുക്കണ. വിടൂല മുതലാളി, വിടൂല. പടച്ചവനോട് പറയണ്ട, അല്ലാ രക്ഷിതാട്ടെ, അല്ലാ രക്ഷിപ്പിക്കല്ല, രക്ഷിക്കണേ അല്ലാ. പടച്ചതമ്പരാ നോക്കുമ്പോൾ രക്ഷിക്കാൻ പറ്റിയ ശൈലി നിന്റെ ഭാഗത്തില്ല. ഈ നാട്ടിലെ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ സംബന്ധിച്ച് നമ്മുടെ ആലുവയില് സർക്കിളിന്റെ അടുത്തോ അല്ലെങ്കിൽ DSPയുടെ അടുത്തോ SP-യുടെ അടുത്തോ കൊണ്ടിട്ട് ആൾ പരാതി കൊടുത്തു. അവിടുന്ന് SP ഇവനെ പിടിക്കാൻ വേണ്ടിയിട്ട് പോലീസിനെ പറഞ്ഞയച്ചിരിക്കുകയാണ്. ഇവൻ നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വരുവാൻ, അന്തരമാനാജിയെ, ഓ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇവൻ ആളൊരിച്ചിരി കുസൃതിയൊക്കെയാണ്, കൊമ്പമീശയുള്ള ആളാണ്, തോർത്ത് വട്ടം കെട്ടണ ആളാണ്. പക്ഷെ ആ തോർത്തെ കഴിച്ച് തോളത്തിട്ട് മീശയൊക്കെ ഒന്ന് താഴത്തേക്ക് തിരുമ്മി, പിന്നെ തുണിയൊക്കെ ഒന്ന് മടക്കി കുത്തഴിച്ച് വലിയ ആദരവാടെ ഹാജിയാരുടെ അടുത്തൊന്ന് പറയാണ്, ഹാജിയാരെ, ഞാൻ ചെറിയ കുസൃതിയൊക്കെ ചെയ്യുമെങ്കിലും ഈ പറയപ്പെട്ട കേസിനകത്ത് ഞാൻ പ്രതിയല്ല ആചാര്യ, എന്നെ പോലീസ് കൊണ്ടുപോയാൽ ഇഞ്ച പോലെ ഇടിക്കും, അതുകൊണ്ട് എനിക്ക് സംരക്ഷണം തരണം ആചാര്യ. നീങ്ങുവാ, ഈ കട്ടിന്റെ ഇടയിലേക്ക് നീ അവിടെ ഞാൻ പറയുമ്പോൾ എഴുന്നേറ്റ് നബീസ എനിക്ക് ഇത്തിരി വെള്ളം കൊടുത്തില്ല. ഫോൺ ചെയ്യും, ഹലോ
സർക്കിളല്ലേ? ആ അതെ. ആ ഞാൻ അന്തറമാനാ. ആ എന്താ സാഹിബ്, നിങ്ങൾ ഇവിടുന്ന് ഒരാളെ മൂസക്കുട്ടീനെ പിടിക്കാൻ വേണ്ടി വരണ്ടെന്ന് ഞാൻ അറിഞ്ഞല്ലോ. അതെ അതെ, അയാളെ സംബന്ധിച്ച് ഇവിടെ വ്യക്തമായ പരാതി കിട്ടിയതിന് അവനെ വിട്ടാൻ പറ്റൂല. ആ SP-യുടെ പ്രത്യേകമായ ഓർഡറാണ്, പിടിക്കാണ്ട് പറ്റില്ല. അതെ, അവനെ പിടിക്കാൻ ഇങ്ങോട്ട് വരണ്ട, ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നേക്കാം. സാഹിബ് ഏറ്റാ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല, ഞാൻ SP സാറിനോട് പറഞ്ഞോളാം. ഇവിടെ സംരക്ഷണം കൊടുക്കും. കാരണം എന്താ, അന്തരമാനാജിയോട് വന്ന് പറയേണ്ട മാതിരിക്കാ ഇവൻ പറഞ്ഞത്. ഇവൻ ആ തോർത്തൊക്കെ ഒന്ന് ബട്ടം കെട്ടി, മീശയൊക്കെ ഒന്ന് അങ്ങോട്ട് പിരിച്ച്, ആ തുണിയൊക്കെ അങ്ങോട്ട് അണ്ടറിന്റെ വള്ളി കാണാവുന്ന നിലയ്ക്ക് കയറ്റി അങ്ങോട്ട് കുത്തി, ആ കടാരയുടെ പിടി കാണാവുന്ന ഇടയ്ക്ക് ആ എക്കിളിയിലേക്ക് അതും കുത്തി. എടാ അന്തരമാനെ, എന്റെ വാപ്പട പ്രായണ്ടോ കയറി, എന്നെ അവിടുന്ന് SP ആളെ വിട്ടോക്കോ, പോലീസിനെ എന്നെ പിടിക്കണമെന്ന് പറഞ്ഞു. നീ എനിക്ക് സംരക്ഷണം തന്നെ. എടി നവീസ, ആ പടിവാളികൾ സംരക്ഷണം കൊടുക്കോ? ഇടപെട്ട ശൈലി കണ്ടോ? അള്ളാഹിനോട് ചോദിക്കുന്നതിന്റെ ശൈലി നമുക്ക് ശരിയല്ല. പടച്ചോനോട് ചോദിക്കുന്നവനെ ചോദിക്കാവൂ. സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാ ബഹുമാനുകളെ. ഇന്നലെ ആണ്ട് നടന്നില്ലേ, ബാബരി മസ്ജിദിന്റെ ആണ്ട് നടന്നില്ലേടോ? കോടിക്കണക്കിന് മനുഷ്യനാ റബ്ബിനോട് തേടിയത്, പടച്ചവനെ ബാബരി മസ്ജിദ് നീ നിലനിർത്തണേ അല്ലാ. ധിക്കാരികളും തീവ്രവാദികളുമാകുന്ന ഹിന്ദു മത തീവ്രവാദികളുടെ കരങ്ങളെ കൊണ്ട് അതിനെ നീ തകർക്കല്ലേ അല്ലാ. ഉമ്മത്തിന്റെ ഇജ്ജത്തിനെ നീ കാക്കണേ അല്ലാ. എന്താ സംഭവിച്ചേ? കോടിക്കണക്കിന് മനുഷ്യൻ ദുആ ചെയ്തിട്ട് ആ പള്ളി അവിടെ നിന്ന് നാമാവശേഷമാക്കി കളഞ്ഞു. അതേ സ്ഥാനത്ത് 2000 കൊല്ലം മുമ്പ് മസ്ജിദുൽ ഹറാമിന്റെ മുറ്റത്ത് നിന്ന് റസൂലുള്ളാഹിന്റെ വെല്ലുപ്പിയാകുന്ന അബ്ദുൽ മുത്തലിബ് കൈകൊക്കിക്കൊണ്ട് പറയുന്നു, റബ്ബേ, അബ്രഹത്തിന്റെ ആനപ്പട കർസേവ നടത്താൻ വരുന്നുണ്ട് പടച്ചവനെ, കഅബ തകർക്കാനാ വരുന്നത് റബ്ബേ. അബ്ദുൽ മുത്തലിബിന് പട്ടാളമില്ല റബ്ബേ, പ്രതിരോധിക്കാൻ കഴിവില്ല റബ്ബേ, നിന്റെ ഭവനത്തിനെ നീ കാക്കണേ റബ്ബേ. ഒറ്റയാള് ദുആ ചെയ്തു. എന്താ സംഭവിച്ചത്? അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം തയ്റൻ നബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. നബിയേ, ആനപ്പട്ടാളത്തിന് അല്ലാഹ് കൈകാര്യം ചെയ്തത് കണ്ട? അവരുടെ കുതന്ത്രത്തിനെ അല്ലാഹ് പഠിപ്പിച്ചത് മനസ്സിലായോ? അവരുടെ മുകളിലേക്ക് അല്ലാഹു തആല കാടപ്പക്ഷികളെ പറഞ്ഞയച്ചില്ലേ? അതിന്റെ ചുണ്ടുകളിൽ അല്ലാഹു തആല കല്ല് നിക്ഷേപിച്ചിരുന്നില്ലേ? ആ ചുണ്ടകത്തിയപ്പോൾ കല്ലുകൾ കത്തിക്കാളുന്ന തീജ്വാലകളായി ആനപ്പുറത്തേക്ക് വീണില്ലേ? അങ്ങനെ ആനയും പട്ടാളവും ഒട്ടകം ചവച്ചരച്ച വൈക്കോല് പോലെ ആയില്ലേ? ഒറ്റയാള് ദുആ ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വലിയ പടയെ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. കോടിക്കണക്കിന് ജനം അല്ലാഹുവോട് ദുആ ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുല്ലുപോലെ തള്ളിക്കളഞ്ഞു. അബ്ദുൽ മുത്തലിബിന്റെ ഈമാൻ 992 ഡിസംബർ 6-ാം തീയതി ലോകത്തുള്ള മുസ്ലിമിന്റെ ഈമാനിനോട് തുലനം ചെയ്യുമ്പോൾ ലോകത്തുള്ള മുസ്ലിമിന്റെ ഈമാൻ ബലഹീനമാണ്. ഇതാണ് നബി തങ്ങൾ പറഞ്ഞത്, എല്ലാ അനൈക്യങ്ങളും മറന്ന്, ശത്രുത മറന്ന് ഈ സമുദായത്തിനെ ഉന്മൂലനം ചെയ്യാൻ ഒരു സുപ്രയുടെ ചുറ്റും വിശന്നവർ കൂടുന്നത് പോലെ ഈ സമുദായത്തിന്റെ ഇടയിൽ ശത്രുക്കൾ ഒറ്റക്കെട്ടാകുന്ന കാലം വരുന്നതാണ്. ഒറ്റക്കെട്ടായോ? ഒറ്റക്കെട്ടായോ? ചുറ്റും ഇരിക്കുന്നവർ പല അഭിപ്രായക്കാരാണെങ്കിലും പരമാവധി ചോറ് എനിക്ക് ഇടണം, പരമാവധി പത്തിരി എനിക്ക് ഇടണം, പരമാവധി റൊട്ടി എനിക്ക് എടുക്കണം. എല്ലാവരുടെയും ലക്ഷ്യം ഒന്നാണ്, പരമാവധി തിന്നണം, പരമാവധി തിന്നണം. നസാറയുടെ ഉദ്ദേശം, മജൂസിയുടെ ഉദ്ദേശം, യഹൂദന്റെ ഉദ്ദേശം, ബുദ്ധന്റെ ഉദ്ദേശം പരമാവധി മുസ്ലിമിനെ കൊല്ലണം, പരമാവധി മുസ്ലിമിനെ കൊല്ലണം. ഈ ഭക്ഷണത്തിന്റെ അവസ്ഥയിലേക്ക് ഉമ്മത്തെത്തുമെന്ന് പറഞ്ഞപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, ഇവരെല്ലാരും കൂടി ഇങ്ങനെ ചുറ്റിക്കുട്ടി വായിലേക്കിടാൻ മാത്രം ഇത് എണ്ണത്തിൽ കുറവാണോ? ഇന്നക്കും കസീർ, ഒരു കുറവുമില്ല. സാമ്പത്തികമായി മുന്നിലാണ്, അധികാരത്തിൽ മുമ്പിലാണ്, ആയുധത്തിൽ മുമ്പിലാണ്, സമ്പത്തിൽ മുമ്പിലാണ്, അംഗബലത്തിൽ മുമ്പിലാണ്. നിങ്ങൾ പറ, മുസ്ലിം എവിടെയാ മോശമുള്ള? ഈ ആകാശത്തിന്റെ താഴെ ഏറ്റവും കൂടുതൽ രാജ്യം ഭരിക്കുന്നത് ആരാ? മുസ്ലിം.
ഏറ്റവും കൂടുതൽ ആയുധം കൈവശമുള്ളത് ആർക്കാ? ഏറ്റവും കൂടുതൽ സമ്പത്തുള്ളത് ആർക്കാ? മുസ്ലിങ്ങൾക്കാണ്. മുസ്ലിമിന്റെ കാശില്ലെങ്കിൽ ലോകം അനങ്ങൂല. ബഹുമാനികളെ, എണ്ണ മാത്രമല്ല, വലിയ മലകൾ കിടക്കാണ്, സ്വർണത്തിന്റെ മലകൾ ഈ സമുദായത്തിൻ്റെതാണ്. അംഗബലത്തിൽ കുറവല്ല, എല്ലാ നിലയ്ക്കും ഈ സമുദായം ഔന്നത്യത്തിലാണ്. എന്താ കുഴപ്പം? നബിത്തങ്ങൾ പറയുന്നു, ഈമാനിന്റെ വിഷയത്തിൽ മലവെള്ളപ്പാച്ചിലിൽ ഒഴുകി വരുന്ന ചണ്ടികളാണ്. നമ്മുടെ ഇവിടെയൊന്നും അങ്ങനെ സർവ്വസാധാരണമായിട്ട് കാണാറില്ലെങ്കിലും വെള്ളപ്പൊക്കത്തില് വെള്ളം കയറി വരുമ്പോൾ അതിനോടൊപ്പം കയറി വരുന്ന അഴുക്കിന്റെ പേരാണ് ചണ്ടി. നബിയുടെ ഭാഷ എങ്ങനെയാണ്? വെള്ളം ഇറങ്ങി പോകുമ്പോൾ ഈ ചണ്ടികൾ അവിടെ കിടക്കും. ഇതെന്ത് ചെയ്യും? ആളുകള് തൂത്തുകൂട്ടി ഒന്നുകിൽ മണ്ണിന്റെ അടിയിലേക്ക് കുഴിച്ചിടും, അല്ലെങ്കിൽ പുറത്തേക്ക് കളയും. ഈ അവസ്ഥയാണ് സമുദായത്തിൽ വരാൻ പോകുന്നത്. ഈമാനും ഇഖ്ലാസും തഖ്വയും നഷ്ടപ്പെട്ടു പോയി. മുസ്ലിമാകലേ പരിഹാരമുള്ളൂ കേട്ടോ. നീ ആയാൽ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. ചണ്ടി എന്തിനാ? ചണ്ടി ആരും കൊണ്ടൊന്ന് ഷോക്കേസിൽ വെക്കൂല, ഷെയ്ഫിനകത്തും വെക്കൂല, കുഴിച്ചിടും, അല്ലെങ്കിൽ തൂത്തുകളി. അതാണിന്ന് ലോകത്ത് നടക്കുന്നത്. അല്ലാഹു തആല പറഞ്ഞു, മയ്യർതദ്ദമിൻകും മൻ ദീനിഹി, യാ അയ്യുഹന്നാസ് അല്ല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് പറഞ്ഞിട്ടാണ് പടച്ചോമ്പരം പറയുന്നത്. അയ്യുഹന്നാസ് പറഞ്ഞിട്ടല്ല. ഏ സത്യവിശ്വാസികളെ, മയ്യർതദ്ദമിൻകും മൻ ദീനിഹി, നിങ്ങൾ ഈ മതത്തിലേക്ക് മെമ്പർഷിപ്പ് എടുത്തിട്ട്, അല്ല അങ്ങനെ പറഞ്ഞല്ലേ നിങ്ങളോട് ജീവിക്കുന്നത്? ഇങ്ങനെ മെമ്പർഷിപ്പ് എടുത്തിട്ട് ഈ മതത്തിന്റെ നിയമങ്ങൾ അനുസരിക്കാതെ നിങ്ങൾ നീങ്ങുകയാണെങ്കിൽ നിങ്ങളെ ഇവിടെ ഞാൻ അങ്ങോട്ട് നീക്കിക്കളയും. ചപ്പ് ചവറുകൾ നീക്കിക്കളയുന്നത് പോലെ നിങ്ങളെ ഭൂമുഖത്ത് നിന്ന് നീക്കിക്കളയും. ഇന്ന് മ്യാൻമറിൽ നടക്കുന്നത് അതാണ്, ഫലസ്തീനിൽ നടക്കുന്നത് അതാണ്, അഫ്ഗാനിൽ നടക്കുന്നത് അതാണ്, യമനിൽ നടക്കുന്നത് അതാണ്, ഒരു പരിധിവരെ ഇന്ത്യയിൽ നടക്കാൻ പോകുന്നതും അതാണോ? തുടച്ചു നീക്കണം. അതല്ലേ കണ്ടോണ്ടിരിക്കുന്നത്? എന്നിട്ട് നീക്കിട്ടോ, നിങ്ങളെ നീക്കിയിട്ട് പകരം ആളുകളെ ഞാനിവിടെ കൊണ്ടുവരും. നോക്ക്, ഇവിടെ ഈമാനിനകത്ത് ആളില്ലാഞ്ഞിട്ടല്ല ഒരു പെണ്ണിനെ കൊണ്ടുവന്നപ്പോ ഹാദിയ എന്നുള്ള പേരും പറഞ്ഞിട്ട് ഒരു പെണ്ണിനെ ഈ നിലയ്ക്ക് കൊണ്ടുവന്നിട്ട്, ഇതൊക്കെ പടച്ചോന്റെ പണിയാണ്. ആരും എന്റെ പുറകൊന്നും പോണില്ല, അല്ലാഹുവിന്റെ പണിയാണ്. ബഹുമാനികളെ, ഹാദിയ മാത്രമല്ല, ഹാദിയാക്ക് ബുദ്ധിയില്ല പോട്ടെ, മാധവിക്കുട്ടിക്ക് ബുദ്ധി ഉണ്ടായില്ലേ? ഓമനയ്ക്ക് ബുദ്ധി ഉണ്ടായില്ലേ? ഇവാൻ റിഡിലിക്ക് ബുദ്ധി ഉണ്ടായില്ലേ? ഇതൊക്കെ പെണ്ണുങ്ങളാണ്, ഇവരൊക്കെ പെണ്ണുങ്ങളാണ്. മാധവിക്കുട്ടി കമലാ സുരയ്യ എന്ന പേര് സ്വീകരിച്ചപ്പോൾ അവരുടെ കുടുംബക്കാര് വിവരവും വിവേകവും ഉള്ളതുകൊണ്ട് അമ്മയുടെ ആഗ്രഹത്തിനെ പരിപൂർണമായി അംഗീകരിച്ചു. എം.ടി. ദാനപ്പാട് എഴുതി വെച്ച് നിങ്ങൾ കണ്ടായിരുന്നോ? ആ മനുഷ്യൻ മകനാ, ഈ തള്ളയുടെ മകനാ. അദ്ദേഹം എഴുതി എന്താണെന്നറിയോ? ഞങ്ങളുടെ മാതാവ് ഏങ്ങലടിച്ച് പൊട്ടിക്കരയുന്നത് കണ്ടത് ഇസ്ലാമിലേക്ക് കടന്നതിന്റെ ശേഷമാണ്. ചിന്തിച്ചു നോക്കിയേ, എന്താണെന്നറിയോ? എന്റെ സമുദായത്തിൽപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ മാതാവിന്റെ അമ്മയുടെ ആദ്യത്തെ സമുദായത്തിൽപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ ഇസ്ലാമല്ല, ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പുള്ള ആളുകൾ മാധവിക്കുട്ടി ഇസ്ലാമിലേക്ക് പോയത് അവരുടെ സ്വകാര്യ സന്തോഷത്തിന് വേണ്ടി. ആ വാക്ക് നോക്കി, അവരുടെ സ്വകാര്യ സുഖത്തിന് വേണ്ടിയും പണത്തിന് വേണ്ടിയിട്ടുമാണ് അവർ ഇസ്ലാം മതം സ്വീകരിച്ചത് എന്ന് ഹിന്ദുമതത്തിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞത് കേട്ടപ്പോൾ എന്റെ മാതാവ് വിങ്ങി പൊട്ടിയതുപോലെ ജീവിതത്തിൽ അവർ കരഞ്ഞിട്ടില്ല. കുടുംബം പരിപൂർണമായും സഹകരിച്ചു. പാളയംപള്ളിയിലെ ഖബർസ്ഥാനിൽ കൊണ്ട് നടക്കുമ്പോ മക്കളെല്ലാം സാന്നിധ്യമായിരുന്നു. അശോകന്റെ അതേ വിവരക്കേട് അവർക്കില്ല. ആദ്യയുടെ അച്ഛനക്ക് വീഴുമില്ല, വെളിവില്ല. അതങ്ങനെയൊന്നും അല്ല മാനികളെ, ധാരാളമുണ്ട്. കാരണം ഒരെണ്ണം പോയാൽ വലിയ നഷ്ടം അവർക്ക്. ഇവിടെ എന്തോട്ട് നഷ്ടം? ഇവിടെ അടുത്ത് തന്നെ ഉണ്ടില്ല, ആകെപ്പാട് ഒരു മോളായിരുന്നു വാപ്പാക്കും ഉമ്മാക്കും ഉണ്ടാകുന്നത്.
അതിനെ കൊണ്ടുവന്ന് ഡോക്ടറാകാൻ വിട്ടു. MBBS ഒക്കെ പാസ്സായി ഇപ്പൊ ഒരു 35 വയസ്സുള്ള ഒരു മുശ്രിക്കിന്റെ കൂട്ടത്തിൽ പോയി. നിങ്ങളുടെ സ്വന്തമായിരിക്കും. ഞാൻ ചോദിക്കട്ടെ, ആ കൊച്ചിനെ പിടിക്കാൻ ഇവിടെ ഏത് ഇസ്ലാമാ പോയത്? ഏത് സംഘടന പോയത്? അത് പോയി മുർത്തദ്ദായി എന്നെ കാണിക്കാൻ പോട്ടെ ഭണ്ഡാരം. നിങ്ങൾ പറ, ഒരാളും പോണില്ലോ. ലോക ചരിത്രത്തിലില്ല ഇസ്ലാമിൽ നിന്ന് പുറത്തൊരാൾ പോയാൽ അത് പോകൽ അപൂർവമാണ്. അങ്ങനെ പോയാൽ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വരുന്നവർക്കോ ദുരിതത്തിന്റെ പാണ്ടക്കെട്ടുകളാണ്. ഹാദിയക്ക് സ്വസ്ഥയില്ല. ഹാദിയ എന്നല്ല, ആരെല്ലാം ഇതിലേക്ക് വന്നിട്ടുണ്ടോ അവർക്കൊന്നും ഒരു സന്തോഷവും സുഖവും അല്ല കിട്ടിയിരിക്കുന്നത്. അതാ മാധവിക്കുട്ടിയുടെ ചരിത്രം. ഇവാൻ റെഡ്ഡിയുടെ ചരിത്രവും അത് തന്നെയാണ്. ഒരു വലിയ പാശ്ചാത്യ പത്രപ്രവർത്തകല്ലായിരുന്ന പെൺകുട്ടി. ഇസ്ലാമിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് ശരീരത്തിന്റെ മാംസളമായ ഭാഗങ്ങൾ തുറന്നിട്ട് ഞാൻ അമേരിക്കയിൽ ചെല്ലുമ്പോൾ അമേരിക്കയിലെ ഉത്തരവാദിത്തപ്പെട്ടവർ എന്നെ കെട്ടിപ്പിടിച്ച് സ്വീകരിച്ചു, ആലിംഗനം ചെയ്തു എന്നാണ് അവൾ പറഞ്ഞത്. ഞാൻ പർദായും മക്കനായും ഇട്ട് അമേരിക്കയിൽ ചെന്നപ്പോൾ അവരെന്നെ ആട്ടി അകറ്റി നിർത്തി. രണ്ടും തമ്മിലുള്ള വ്യത്യാസം. പോട്ടെ പോട്ടെ, ഞാൻ പറഞ്ഞു വന്നതാ. ഹാദിയായും മാധവിക്കുട്ടിയും ആമിനയും ഓമനയും ഒക്കെ പരിശുദ്ധമായ ഈ സംസ്കാരത്തിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ നിങ്ങളെ അങ്ങോട്ട് മാറ്റും, വേറെ ആൾക്കാരെ കൊണ്ടുവരും. കറക്റ്റ് ആണോ നോക്കൂ. ഇന്നും പള്ളിക്കൽ ജുമാഅത്ത് പള്ളിയുടെ മുമ്പില് ഒരു വനിതാ അറബി കോളേജ് നടത്തുന്നുണ്ട്, ഓമന. എനിക്ക് ആ സ്ത്രീയുമായിട്ട് നേരിട്ട് സംസാരിക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പള്ളിക്കൽ വഴുതിന് ചെല്ലുമ്പോഴേ, കൊല്ലം ജില്ലയുടെ അറ്റം പള്ളിക്കൽ വഴുതിന് ചെല്ലുമ്പോൾ ഞാൻ സ്കൂൾ മാഷിന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോ മാഷ് സാറ് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഒരു സ്ത്രീ കാണാൻ വന്നിട്ടുണ്ട്. പഠിച്ചോനെ ഞാൻ പെട്ടെന്ന് ഭയന്നു പോയി. കാരണം ഈ പെണ്ണുങ്ങൾ അന്വേഷിച്ചു എന്നെ എന്താണെന്ന് അറിയില്ല. അങ്ങനെ എന്താണാവോ ഉസ്താദിനോട് എന്തോ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ആയിക്കോട്ടെ, എവിടെയാ? ഇവിടെ ഉണ്ട്. ഉസ്താദ് ഒന്നും ഇങ്ങോട്ട് പുറത്തേക്ക് വന്നാല് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോ ഇവിടെ 2 തുള മാത്രമേ ഉള്ളൂ, ബാക്കി ഫുൾ മറിച്ചേക്കും. ആ സ്ത്രീ പറയാണ്, ഉസ്താദേ ഞാൻ ഒരു തീവ്ര ചിന്താഗതിയുള്ള ഹിന്ദു കുടുംബത്തിൽ ജനിച്ച പെൺകുട്ടിയാണ്. ഓമന എന്നായിരുന്നു എന്റെ പേര്. അമ്പലത്തിൽ പൂജയ്ക്കൊക്കെ ഞാൻ നേതൃത്വം നൽകിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ധാരാളം ഭൂമിയുണ്ട്. ഭൂമിയിൽ കപ്പ കൃഷി നടത്തുന്നത് മേത്തന്മാരാണ്. മേത്തന്മാര് കപ്പ തൂക്കം നോക്കാൻ അച്ഛൻ എന്നെ വിടും. അപ്പൊ എന്നോട് പറയും, മേത്തന്മാരുടെ വെള്ളം വാങ്ങി കുടിക്കരുത്, നീ ഇവിടെ തേൻ കൊണ്ടുപോയിക്കോ, എന്നിട്ട് തേനിൽ വെള്ളം ഒഴിച്ചു കുടിച്ചാൽ മതി. അത്രമാത്രം മേത്തന്മാരോട് അറപ്പും വെറുപ്പുമായിരുന്നു എന്റെ കുടുംബക്കാർക്ക്. ഒരു ദിവസം രാത്രിയിൽ എനിക്കൊരു ശബ്ദം കേൾക്കാനിടയായി. ആമിന, എഴുന്നേൽക്കൂ, അംഗസ്നാനം ചെയ്യൂ, നമസ്കരിക്കൂ. ഇത് തന്നെ, ഇത് അള്ളാഹ് കൊടുക്കണേ. ആ പെൺകുട്ടി ഇസ്ലാമിലേക്ക് വന്നിട്ട് അവള് ചെയ്ത പണി എന്താണെന്നറിയോ? കുടുംബസമേത അവരുടെ മക്കളും പോന്നു, അവരുടെ ഭർത്താവും പോന്നു. അവളാണ് ആദ്യമായിട്ട് പോന്ന സ്ത്രീ. പറയുന്നു, അവള് വന്നിട്ട് ചെയ്തതെന്താ? മക്കനെ ഇട്ടിട്ട് തെണ്ടാ നടക്കുകയല്ല ചെയ്തത്. സുന്നത്തിയമാത്തിന്റെ സംസ്കാരവും തർബീയത്തും പഠിപ്പിക്കാൻ പെൺകുട്ടികൾക്ക് ഇന്ന് സൗകര്യം കുറവാണ്. അതുകൊണ്ട് എനിക്കൊരു സ്ഥാപനം തുടങ്ങണം. ഒരു മുസ്ലിമായി വന്ന ഒരു ഹിന്ദു പെൺകുട്ടിയായിരുന്നിട്ട് ഇസ്ലാമിലേക്ക് വന്ന ഒരു പെൺകുട്ടിയുടെ വികാരം ഖുർആൻ എടുത്തു പറയാണ്. നിങ്ങളെ അങ്ങ് മാറ്റിയിട്ട് വേറെ ആൾക്കാരെ ഞാൻ കൊണ്ടുവരും. അവർ ചെയ്യണ പണി എന്താണെന്നറിയോ? യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു അദില്ലത്തിൽ അലൽ മുഅ്മിനീന ഇസ്സത്തുൻ അലൽ കാഫിരീൻ യുജാഹിദൂന ഫീ സബീലില്ലാഹ് വലാ യഖാഫൂന ലൗമത ലായിമിൻ. ഇവിടെ പോയിന്റ്. അല്ലാഹുവിന്റെ ദീനിന്റെ പരിശ്രമം അവർ ചെയ്യും. പരിശ്രമം അവർ ചെയ്യുമ്പോൾ വലാ യഖാഫൂന ലൗമത ലായിമിൻ. ഹൈക്കോടതി ആക്ഷേപിച്ചാലും, പോലീസ് ആക്ഷേപിച്ചാലും, വനിതാ കമ്മീഷൻ ആക്ഷേപിച്ചാലും, അച്ഛനും അമ്മയും ആക്ഷേപിച്ചാലും, അധ്യാപകർ ആക്ഷേപിച്ചാലും, സഹപാഠികൾ ആക്ഷേപിച്ചാലും അവിടെ ഒന്നും അവർ കൂശി കൊടുക്കൂല. ആദ്യാളെ പറയാ, ആരാ വഴുതു പറഞ്ഞുകൊണ്ട് എന്നത്? അല്ലാഹു തആല കൊടുക്കുകയാണ്, ശക്തി കൊടുക്കുകയാണ്. ആരാക്ഷേപിച്ചാലും അവർ കൂശൂല, അവർ വഴങ്ങി കൊടുക്കൂല. അവരുടെ പണി അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പരിശ്രമമാണ്. അവരെ അള്ളാഹ് ഇഷ്ടപ്പെട്ടു, അള്ളാഹുവിനെ അവരും ഇഷ്ടപ്പെട്ടു.
പള്ളിക്കലുള്ള ആമിന എന്ന് പറയുന്ന ഓമന എന്ന കടക്കൽ സ്വദേശിയായ പെണ്ണ് ഇന്ന് ചെയ്യുന്ന പണി എന്താണെന്നറിയോ? ഓരോ മഹല്ലുകാരും ചെന്ന് അവരെ ബുക്ക് ചെയ്യാണ്. എന്ത് പറഞ്ഞോണ്ട്? അമിനാത്ത വിളിക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിലെ സ്ത്രീകൾക്ക് തർബിയത്ത് കൊടുക്കാൻ വേണ്ടി 2 ദിവസം വരണം. ബാബാ മൗലി ഇവിടെ ഒന്ന് വഴുതു പറഞ്ഞാല് അങ്ങോട്ടിറങ്ങി ചെന്നിട്ട് ഒന്നും ഉടിപ്പിക്കൂല, മയ്യത്ത് കുളിപ്പിക്കൂല, അശുദ്ധി എങ്ങനെ ശുദ്ധിയാക്കണം എന്നുള്ളത് നേരിട്ട് ഒന്ന് പഠിപ്പിച്ചു കൊടുക്കൂല. ആമിനെ അങ്ങോട്ട് ഇറങ്ങി ചെല്ലും. എന്തായാലും കൂടി നീ ഇങ്ങനെ ഒന്നു കൊടുക്കുന്നത് ഇങ്ങനെയാണ്, മയ്യത്ത് ഇങ്ങനെ പരിപാലിക്കേണ്ടത്, അശുദ്ധിയുടെ കേസുകൾ ഇങ്ങനെയാണ്. ഇന്ന് കേരളത്തിലെ ധാരാളം മഹല്ലുകളിൽ ഇതുപോലെ ക്ലാസ് എടുത്തു കൊടുക്കാൻ, പെൺകുട്ടികൾക്ക് സ്ത്രീകൾക്ക് തർബിയത്ത് കൊടുക്കാൻ മഹല്ലുകൾ തോറും ആ സ്ത്രീ ഇന്ന് കയറി ഇറങ്ങുകയാണെങ്കിൽ കുന്നത്തേരിയിലുള്ള തറവാട്ടുകാരികളോട് ഞാൻ ചോദിക്കുകയാണ്, ഈ നാട്ടിലെ തറവാട്ടുകാരിയായ എത്ര പെൺകുട്ടിയുണ്ട് ഇതുപോലെ ദീനീ പ്രവർത്തനം നടത്തുന്ന ഈ മേഖലയിൽ? നിങ്ങളെ അങ്ങ് മാറ്റും, എന്നിട്ട് അവരെ കൊണ്ടുവരും. ഹാദിയുടെ വരവും മറിച്ചാവാൻ സാധ്യതയില്ല. കമലാശ്വരി ഞങ്ങൾ കണ്ടോ? അസൽ ഹിന്ദു കുടുംബത്തിൽ നിന്ന് അങ്ങോട്ട് വന്നത് എന്തായിരുന്നു അവരുടെ വേഷം? മരിക്കുന്നത് വരെ തറവാട്ടേരി താത്ത തലേ തുണിയിട്ട മാതിരിയാണോ ആമിനായും പിന്നെ കമലാശ്വരിയെയും ഹാദിയായും ഒക്കെ ഡ്രസ് ധരിക്കുന്നത്? അതെയാ.